Hello guys, welcome back to Cricket Talks with Kiran. Sunrisers Hyderabad versus Delhi Capitals. IPL അതിന്റെ ബിസിനസ് എൻഡിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനിയുള്ള മത്സരങ്ങളെല്ലാം തന്നെ പ്ലേ ഓഫ് കണ്ടൻഷൻ എന്നൊരു പോയിന്റ് ഓഫ് വ്യൂവിലൂടെ നോക്കുമ്പോൾ ഓരോ ടീമുകൾക്കും വളരെ ക്രൂഷ്യലാണ്. ഇന്നത്തെ മത്സരത്തിന്റെ സ്ഥിതിയും അങ്ങനെ തന്നെ. 10 മത്സരങ്ങളിൽ നിന്ന് 6 വിജയങ്ങളുമായിട്ട് ഡൽഹി ക്യാപിറ്റൽസ് പോയിന്റ് ടേബിളിൽ 5ാം സ്ഥാനത്താണ്. ഡൽഹി ക്യാപിറ്റൽസിന്റെ ഈ സീസൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൈ ഫ്ലൈയിങ് സ്റ്റാർട്ടായിരുന്നു. ആദ്യത്തെ 4 മത്സരങ്ങളിൽ 4 എണ്ണവും വിജയിച്ചിട്ട് ഒരു അൺബീറ്റൺ റണ്ണാണ് അവർ സീസണിന് തുടക്കത്തിൽ നടത്തിയത്. ആ ഒരു കുതിപ്പ് കണ്ടപ്പോൾ അവർ അനായാസം പ്ലേ ഓഫിലേക്ക് കടക്കുമെന്ന് തോന്നിച്ചെങ്കിലും പിന്നീട് കാര്യങ്ങൾ മാറി മറിഞ്ഞു. അവരുടെ പ്രൈമറി ഹോമായ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലേക്ക് വന്നതിന് ശേഷം ഡൽഹി ക്യാപിറ്റൽസ് സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ 4 മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 3 എണ്ണം ഇവർ തോറ്റു. ഇപ്പോൾ ഇവരുടെ ലാസ്റ്റ് മാച്ച് എടുത്തു കഴിഞ്ഞാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് 14 റൺസിന്റെ തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. ആ മത്സരത്തിന്റെ ഒരു സ്റ്റേജിൽ ഫാഫ് ഡുപ്ലസി അക്ഷർ പട്ടേലൊക്കെ നിന്നപ്പോൾ ഇവർക്ക് വിജയ സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ സുനിൽ നരേന്റെ ഒരു മികച്ച സ്പെല്ലോട് കൂടി ഇവർ ബാക്ക് ഫുട്ടിലാവുകയും ആ മത്സരം തോൽക്കുകയും ചെയ്തു. ഇന്നത്തെ മത്സരം അവരെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. കാരണം ഇന്ന് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇനി 3 മത്സരങ്ങൾ കൂടിയാണ് അവർക്ക് ബാക്കിയുള്ളത്. ആ 3 എണ്ണവും ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് 18 പോയിന്റിലെത്താം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 3 മത്സരങ്ങളിൽ 2 എണ്ണവും പോയിന്റ് ടേബിളിൽ DC-യേക്കാൾ മുകളിലുള്ളവരുമായിട്ടാണ്. നിലവിൽ നല്ല ഫോമിലുള്ള ടോപ്പ് ടീംസുമായിട്ടാണ് ഇവർ കളിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരുടെ മേലുള്ള സമ്മർദ്ദം ഏറുകയും ഒരുപക്ഷെ ഇവർ പ്ലേ ഓഫിൽ നിന്ന് തന്നെ പുറത്താകാനുള്ള ചാൻസ് വർദ്ധിക്കുകയും ചെയ്യും. ഇനി സൺറൈസേഴ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേവരെ നടന്ന 10 മത്സരങ്ങളിൽ 3 എണ്ണം മാത്രമേ ജയിക്കാനായിട്ടുള്ളൂ. അവർ 9ാം സ്ഥാനത്താണ്. ഇപ്പോൾ ഒഫീഷ്യലി എലിമിനേറ്റഡ് ആയില്ലെങ്കിൽ പോലും അവർക്ക് ഒരു പ്ലേ ഓഫ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഇമ്പോസിബിൾ ആണ്. കാരണം ഈയുള്ള മത്സരങ്ങളെല്ലാം ജയിച്ചു കഴിഞ്ഞാലും അവർക്ക് മാക്സിമം 14 പോയിന്റിലാണ് എത്താൻ കഴിയുക. ഇപ്പോൾ നമ്മൾ പോയിന്റ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി RCB പഞ്ചാബ് 16-15 പോയിന്റുകൾ എത്തിക്കഴിഞ്ഞു. അതായത് സൺറൈസേഴ്സിന് മാക്സിമം അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന പോയിന്റിനേക്കാൾ കൂടുതലാണ് ഈ 2 ടീമുകൾക്കുള്ളത്. പിന്നീട് മുംബൈ GT ഓൾറെഡി 14 എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു മാത്തമാറ്റിക്കലി ഒരു സ്ലിം ചാൻസ് മാത്രമാണ് ഇവർക്കുള്ളത്. ഇന്നത്തെ മത്സരം തോറ്റു കഴിഞ്ഞാൽ ഇവർ ഒഫീഷ്യലി എലിമിനേറ്റ് ആവുന്ന 3ാമത്തെ ടീമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മത്സരമാണ് ഇന്നത്തേത്. ഇനി പ്ലേയേഴ്സിന്റെ ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ GTക്കെതിരെയായിരുന്നു സൺറൈസേഴ്സിന്റെ അവസാന മത്സരം. ആ മത്സരത്തിൽ 38 റൺസിനാണ് ഇവർ തോറ്റത്. അഹമ്മദാബാദിൽ 224 എന്നൊരു മാസീവ് സ്കോറാണ് GT പോസ്റ്റ് ചെയ്തത്. ഇവരുടെ ബോളേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ആ മത്സരത്തിൽ കണ്ടത്. മുഹമ്മദ് ഷമി 3 ഓവർ 48 കൊടുത്തത്. അതുപോലെ ഹർഷൽ പട്ടേൽ 3 ഓവർ 40 മുകളിൽ കൊടുത്തു. അതുപോലെ കമ്മിൻസിന്റെ ഇക്കോണമി ഒരു 10 ആയിരുന്നു. ആ മത്സരത്തിൽ ഭേദപ്പെട്ട രീതിയിൽ പന്തെറിഞ്ഞത് ജയ്ദേവ് ഉനദ്കട്ട് മാത്രമാണ്. 4 ഓവറിൽ 35 റൺസ് വഴങ്ങി 3 വിക്കറ്റ്. പിന്നെ ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ മത്സരത്തിൽ തിളങ്ങാനായത് അഭിഷേക് ശർമ്മയ്ക്ക് മാത്രമാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബാറ്റിംഗിലായാലും ബോളിംഗിലായാലും ഇവരുടെ സൈഡിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇനി നമ്മൾ ഡൽഹിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KKR-മായിട്ടാണ് അവർ അവസാന മത്സരം കളിച്ചത്. ഇവരുടെ ബാറ്റിങ്ങിലുള്ള ഒരു മേജർ പോസിറ്റീവ് എന്ന് പറയുന്നത് അക്ഷർ പട്ടേലാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, മിഡിൽ ഓവേഴ്സിൽ നല്ല സ്ട്രൈക്ക് റേറ്റിൽ, അതായത് ഏകദേശം ഒരു 200 സ്ട്രൈക്ക് റേറ്റിലാണ് അക്ഷർ പട്ടേൽ ബാറ്റ് ചെയ്യുന്നത്. മാച്ചപ്പുകൾ അനുസരിച്ച് ഒരു ഫ്ലോട്ടർ ആയിട്ടാണ് അക്ഷർ പട്ടേൽ കളിക്കുന്നത്. ഇപ്പോൾ ഈ സീസണിലുടനീളം ബാറ്റ് കൊണ്ട് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അക്ഷർ പട്ടേൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മത്സരം നോക്കിയാലും 23 മുതൽ 43 റൺസാണ് അക്ഷർ എടുത്തത്. ആ മത്സരത്തിൽ ഒരു 180 മേൽ സ്ട്രൈക്ക് റേറ്റിൽ സ്കോർ ചെയ്യാൻ അക്ഷർ പട്ടേലിന് കഴിഞ്ഞു. പിന്നീട് പരിക്കിന് ശേഷം തിരിച്ചെത്തിയ ഫാഫ് ഡുപ്ലസി നന്നായിട്ട് കളിച്ചു. കരുൺ നായരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസുമായിട്ടുള്ള മത്സരത്തിന് ശേഷം ആ ഒരു ഫോം കണ്ടിന്യൂ ചെയ്യാൻ, അതായത് അതുപോലെ ഒരു പെർഫോമൻസ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ കരുണിന് കഴിഞ്ഞിട്ടില്ല. അഭിഷേക് പൗറിൽ മിക്ക മത്സരങ്ങളിൽ ഒരു സ്റ്റാർട്ട് നൽകുന്നുണ്ടെങ്കിലും ആ സ്റ്റാർട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ചില മത്സരങ്ങൾ ഇൻകൺസിസ്റ്റന്റ് ആവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് KL രാഹുലിന്റെ ഫോം ഇവരെ വറി ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ സീസണിന്റെ തുടക്കത്തിൽ ഇപ്പോൾ സ്ട്രൈക്ക് റേറ്റ് ആയാലും ആവറേജ് ആയാലും നല്ല രീതിയിൽ, പ്രത്യേകിച്ച് RCBക്കെതിരെ ചിന്നസ്വാമിയിൽ നടന്ന മത്സരത്തിലൊക്കെ മികച്ച രീതിയിലാണ് കളിച്ചത്. അപ്പോൾ ആ ഒരു പീരീഡിൽ നടത്തിയ പെർഫോമൻസ് പിന്നീടുള്ള മത്സരങ്ങളിൽ, പ്രത്യേകിച്ച് ഇവർ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലേക്ക് എത്തിയതിനു ശേഷമുള്ള മത്സരങ്ങളിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ KL രാഹുലിന് സാധിച്ചില്ല. KL രാഹുൽ എന്ന് പറയുന്നത് അവരുടെ മിഡിൽ ഓർഡറിലെ ഒരു വൈറ്റൽ കോഗാണ്. അപ്പോൾ രാഹുൽ ഫോം ഔട്ട് ആവുന്നത് തീർച്ചയായും അവരുടെ ഒരു മിഡിൽ ഓർഡറിനെ ബാധിക്കും. പിന്നീട് സ്റ്റബ്സ് ഡീസന്റ് ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ടച്ച് ഒക്കെ നൽകുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ഫെയിൽ ആയിരുന്നു, എങ്കിലും സ്റ്റബ്സിന്റെ കാര്യത്തിൽ ആശങ്കപ്പെടാനായിട്ടുള്ള സാഹചര്യമൊന്നും നിലവിലില്ല. ഇവരുടെ ഡെസിഗ്നേറ്റഡ് ഫിനിഷർ അശുതോഷ് ശർമ്മയ്ക്കും അങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് നൽകാൻ സാധിക്കുന്നില്ല. പിന്നീട് അവരുടെ ടീമിൽ ഒരു ബ്രൈറ്റ് സ്പോട്ട് ആയിട്ടുള്ളത് യങ്സ്റ്ററായ വിപ്രജ് നിഗമാണ്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അവസാന ഓവറുകളിൽ DC-ക്ക് കുറച്ചെങ്കിലും ഒരു പ്രതീക്ഷ നൽകിയത് വിപ്രജിന്റെ ഇന്നിംഗ്സ് ആണ്. ബാറ്റ് കൊണ്ട് മാത്രമല്ല ബോൾ കൊണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വിപ്രജ് നിഗത്തിന് കഴിയുന്നുണ്ട്. ഇൻ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ബാറ്റിംഗിൽ പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആ സെക്കൻഡ് ഹാഫിൽ എത്തിയപ്പോഴാണ് പ്രശ്നങ്ങളെല്ലാം തലപൊക്കുന്നത്. നമ്മളിപ്പോൾ IPL പോലെ ലോങ് ടൂർണമെന്റിൽ പീക്കിംഗ് അറ്റ് ദ റൈറ്റ് ടൈം എന്ന് പറയല്ലോ. കഴിഞ്ഞ സീസണിൽ RRന് സംഭവിച്ചൊരു പ്രശ്നം അതാണ്. തുടക്കത്തിലെ മത്സരങ്ങളിലെല്ലാം അടുപ്പിച്ചടുപ്പിച്ച് ജയിച്ചിട്ട് സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും തുടർച്ചയായ തോൽവികൾ വന്നു. പിന്നീട് അവർക്ക് കപ്പ് നേടാനാവാതെ പോവുകയും ചെയ്തു. ആ ഒരു പാതയിലേക്കാണ് DC ഇങ്ങനെ പോകുന്നതെങ്കിൽ കഴിഞ്ഞ സീസണിൽ RRന് ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ ഇത്തവണ DC-ക്ക് ക്വാളിഫൈ ചെയ്യാൻ പോലും കഴിയില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരുടെ ആ ഒരു ക്യാമ്പയിൻ റിവൈവ് ചെയ്യേണ്ടതുണ്ട്. ഇനി ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇന്നത്തെ മത്സരത്തിൽ ഒരു പ്രധാന ഫാക്ടർ ആവാൻ സാധ്യതയുള്ളത് മിച്ചൽ സ്റ്റാർക്കാണ്. 2024 IPL തൊട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വെറും 4 മത്സരങ്ങളിൽ നിന്ന് SRHനെതിരെ 10 വിക്കറ്റ് മിച്ചൽ സ്റ്റാർക്ക് നേടിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ KKR-ന് വേണ്ടി കളിച്ചപ്പോൾ ക്വാളിഫയറിലായാലും ഫൈനലിലായാലും SRHന്റെ ടോപ്പ് ഓർഡർ ഡെന്റ് ചെയ്തത് മിച്ചൽ സ്റ്റാർക്കാണ്. ഇപ്പോൾ ഹെഡിനെതിരെ അഭിഷേക് ശർമ്മയ്ക്കെതിരെയൊക്കെ നല്ല റെക്കോർഡുള്ള താരമാണ് സ്റ്റാർക്ക്. അപ്പോൾ സ്റ്റാർക്കിന്റെ ഒരു ഓപ്പണിംഗ് സ്പെൽ എന്ന് പറയുന്നത് മത്സരത്തിൽ വളരെയേറെ നിർണായകമാവും. പിന്നീട് നമ്മൾ പല വീഡിയോകളിലും ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് നടരാജന്റെ.
അപ്പോൾ ഞാൻ വിചാരിച്ചത് നടരാജൻ ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല എന്നതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം കെവിൻ പീറ്റേഴ്സൺ പറഞ്ഞത് നടരാജനെ എവിടെ ഫിറ്റ് ചെയ്യുന്നവർക്ക് അറിയില്ല, അതുകൊണ്ടാണ് ടീമിൽ ഒരു സ്ഥാനം കൊടുക്കാത്തതെന്നാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒന്നെങ്കിൽ ദുഷ്മന്ത ചമീര അല്ലെങ്കിൽ മോഹിത് ശർമ്മയ്ക്ക് പകരം നടരാജനെ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ദുഷ്മന്ത ചമീര നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷേ എനിക്കറിയില്ല നടരാജനെ അവർ ഇൻക്ലൂഡ് ചെയ്യുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ കാര്യങ്ങൾ. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ മത്സരം നടക്കുന്നത് ഹൈദരാബാദിലാണ്. പൊതുവെ ഒരു ഹൈ സ്കോറിംഗ് സർഫസ് ആണ്. എന്നാൽ ചില മത്സരങ്ങളിൽ പിച്ച് ഇൻകൺസിസ്റ്റന്റ് ആയിരുന്നു. എന്തായാലും ഹൈദരാബാദിന് സ്ട്രോക്ക് മേക്കിങ്ങിനെ അതിലേറ്റ് പിന്തുണയ്ക്കുന്ന ഒരു പിച്ച് തന്നെയായിരിക്കും വേണ്ടത്. പ്രത്യേകിച്ച് എതിർ ടീമിൽ കുൽദീപ് യാദവും അതുപോലെ അക്ഷർ പട്ടേലും വിപ്രസ് നിഗവും ഒക്കെ ഉള്ളപ്പം സ്പിന്നിനെയൊക്കെ തുടങ്ങുന്ന പിച്ച് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പ്രശ്നമായിരിക്കും. കാരണം ഓഫ് കോഴ്സ് സ്പിൻ കരുത്ത് നോക്കിക്കഴിഞ്ഞാൽ DC ആണ് മുമ്പിൽ. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലാറ്റ് ഡെക്ക് ആയിരിക്കും സൺറൈസേഴ്സ് ഹൈദരാബാദിന് ആവശ്യം. അത് അങ്ങനെ തന്നെ വരുമോ എന്ന് പ്രത്യേകിച്ച് ഈ സീസണിലെ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇനി പ്രഡിക്റ്റഡ് പ്ലേയിങ് ടൂളിലേക്ക് വരുമ്പോൾ സൺറൈസേഴ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സൈഡിൽ ഒരു പ്രധാന ഇഷ്യൂ ഉള്ളത് മുഹമ്മദ് ഷമിയുടെ ഫോമും ഫിറ്റ്നസ്സുമാണ്. ഇപ്പോൾ കഴിഞ്ഞ മത്സരം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ആ ഒരു റണ്ണപ്പിലൊന്നും ഷമി പ്രോപ്പർ റിതത്തിലല്ല. അത് ഫിറ്റ്നസിന്റെ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടാണോ എന്നും നമുക്കറിയില്ല. ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് ഷമിയെ റീപ്ലേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ഒരു കാലിബർ ഉള്ള ഒരു പ്ലെയർ അല്ല. പിന്നെ ആകെയുള്ളത് സിമർജിത്ത് ആണ്. അപ്പോൾ സിമർജിത്ത് സിംഗിനെ വെച്ചിട്ട് വേണമെങ്കിൽ മുഹമ്മദ് ഷമിയെ റീപ്ലേസ് ചെയ്യാം, അല്ലാതെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു വഴി അവർ സ്വീകരിക്കുമോ എന്ന് കണ്ടറിയണം. ഇനി ഡൽഹി ക്യാപിറ്റൽസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി നടരാജന്റെ കാര്യം പറഞ്ഞു. നമുക്കിപ്പോൾ ചമീരയുടെ ഇക്കോണമി നോക്കിക്കഴിഞ്ഞാൽ 10.55 ആണ്, മുകേഷ് കുമാറിന് നോക്കിക്കഴിഞ്ഞാൽ 9.87 ആണ്. അപ്പോൾ വേണമെങ്കിൽ ഇവർക്ക് ആർക്കെങ്കിലും പകരം നടരാജനെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അവരതിന് മുതിരുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. ഇവിടെ ഞാൻ ഒരു താരത്തിന്റെ പേരെടുത്ത് പറയുകയല്ല, ഒരു കോൺടെസ്റ്റ് ആണ്. മിച്ചൽ സ്റ്റാർക്ക് വേഴ്സസ് അഭിഷേക് ശർമ്മ ആൻഡ് ട്രാവിസ് ഹെഡ്. നമുക്കറിയാം മിച്ചൽ സ്റ്റാർക്ക് എപ്പോഴൊക്കെ സൺറൈസേഴ്സിനെതിരെ വന്നിട്ടുണ്ടോ അവരുടെ ടോപ്പ് ഓർഡറിൽ ഒരു ഡെന്റ് കൊണ്ടുവരാൻ സ്റ്റാർക്കിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കോൺടെസ്റ്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് മത്സരത്തിന്റെ വിധിയെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു കോൺടെസ്റ്റിന്റെ ഔട്ട്കം എന്നറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്നത്തെ മത്സരം ആരായിരിക്കും വിജയിക്കുക? സൺറൈസേഴ്സ് ഹൈദരാബാദ് ആയിരിക്കുമോ അതോ ഡൽഹി ക്യാപിറ്റൽസോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.